Shall we turn our attention to a particular passage for today's meditation? 2 Timothy chapter 2, verses 1 through 7 is the selected passage for today's and tomorrow's meditation. Paul's letter to Timothy, 2 Timothy chapter 2, verses 1 through 7. തിമത്തിയോസിന്റെ രണ്ടാം ലേഖനം 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ ഇന്നും നാളെയും വചനധ്യാനത്തിനായിട്ട് എടുക്കുന്നത്. So this epistle is known as a pastoral epistle. ഇതൊരു ഇടയ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. That means this is particularly written to pastors. But at the same time, it is meant for all believers. പാസ്റ്റേഴ്സിനുള്ള ലേഖനമാണെങ്കിലും ഇതെല്ലാ വിശ്വാസികൾക്കും ആപ്ലിക്കബിൾ ആയ ദൈവിക സന്ദേശമാണ് ഇതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നത്. So here Apostle Paul, as the senior pastor, writing this letter to the junior pastor Timothy, he is asking, or he is mentioning a special aspect of the Christian life. In this particular portion, we will meditate what are the roles of a Christian in the Christian life. ഒരു വിശ്വാസിയുടെ ഏതെല്ലാം റോളുകളാണ്, ഏതെല്ലാം നിലയിലാണ് ഒരു വിശ്വാസി ആയിരിക്കേണ്ടത് എന്നുള്ളത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Chapter 2, verse 1. അവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്, എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടും. Be strengthened by the grace. Be strengthened. ദൈവകൃപയുടെ ശക്തിയുള്ള ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. കൃപയുടെ ശക്തി. Be strengthened in the grace. അനേക ശക്തി ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രെങ്ത് ആണ് കൃപയുടെ ശക്തി എന്നുള്ളത്. ശക്തി ഉള്ളവർക്ക് മാത്രമേ, അഥവാ ബലം, ആ വാക്ക് ബലം എന്നാണോ അതിന് ശരിയായ മലയാളം? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബലം. അങ്ങനെയുള്ളവർക്ക് പവർ അല്ലെങ്കിൽ ശക്തി പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ബലം കുറവുള്ളത് കൊണ്ടാണ് ശക്തി പുറത്തു വരാത്തത്. നമുക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടോ അതനുസരിച്ച് നമ്മളിൽ നിന്ന് പവർ പുറത്തു വരത്തും. ഇതുപോലെ സ്പിരിച്വലി സ്പീക്കിംഗ്, how much strength we are, that much power will be released from us. ഇവിടെ കൃപയുടെ ശക്തിയാണ്. Not the money power, not the muscle power, not the intellectual power, not the political power, but it is the power of grace which gives God to all who seek. അപ്പോൾ ദൈവം എല്ലാവർക്കും നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് കൃപ. ദൈവവചനത്തിൽ 3 തരത്തിലുള്ള ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. There are 3 riches mentioned in the Bible, especially in New Testament. 3 type of riches. Number 1, riches of his goodness. കൃപ അത് നന്മയുടെ ധനമാണ്. Riches of his goodness. That riches is available to everyone. എല്ലാവർക്കും ഈ നന്മയുടെ ധനമുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്, പോക്കറ്റിലുണ്ട്, ബാങ്കിലുണ്ട്. എല്ലാവർക്കും ഈ നന്മയുടെ ധനം ധാരാളം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അവൈലബിൾ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് 23-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് അതുകൊണ്ടാണല്ലോ, the goodness and mercy will follow me. നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും. എന്നാൽ ദൈവ പൈതലിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ധനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, എഫേസ്യർ 1:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ് ആണ്, കൃപയുടെ ധനമാണ്. കൃപയുടെ ധനം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൃപാധന പ്രകാരം എന്ന് അവിടെ ഓർപ്പിച്ചിരിക്കുന്നു. ദൈവ കൃപയുടെ അതൊരു ധനമാണ്, ഒരു സമ്പത്താണ്. ആർക്കാ കൃപ ലഭിക്കുന്നത്? Those who are humble before God, they will get the grace.
താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു എന്ന് പത്രോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃപയുടെ ഒരു ധനമുണ്ട്. കൃപാസനം, the throne of grace is open for all time. എല്ലാ സമയത്തും കൃപയുടെ ധനം വാങ്ങിക്കുവാൻ അത് അവൈലബിൾ ആണ്. ത്രോൺ ഓഫ് ഗ്രേസ് എപ്പോഴും ഓപ്പൺ ആണ്. അവിടെ ആര് ചെല്ലുന്നോ അവർക്ക് ആ കൃപ കിട്ടും. ആ കൃപയുടെ ധനം നമുക്കുണ്ടാകും. ഒടുവിലായി നമുക്ക് ഇനി കിട്ടാനുള്ള ഒരു ധനമാണ്, അത് എഫേസ്യരിൽ പറഞ്ഞിട്ട്, റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി, മഹത്വത്തിന്റെ ധനം, മഹിമയുടെ ധനം. അപ്പോൾ മഹത്വത്തിന്റെ ധനം അതിനി ഭാവിയിൽ നമുക്കിനി ലഭിക്കാനുള്ളതാണ്. കൃപയുടെ ധനം എത്രമാത്രമുണ്ടോ അത്രയായിരിക്കും നമുക്ക് മഹത്വത്തിന്റെ ധനം കിട്ടുന്നത്. How much riches we have of the grace, that much we will get in the glory or riches of his glory. ഇവിടെ എത്രമാത്രം കൃപ നമ്മൾ അനുഭവിക്കുന്നു അത്രയ്ക്ക് മഹിമയുടെ ധനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്, ബി സ്ട്രെങ്ത് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപയുടെ ശക്തി. So it is given to all believers. The grace is given. The grace is also a power. പൗലോസ് പറഞ്ഞല്ലോ, കർത്താവ് പൗലോസിനോട് പറഞ്ഞു, my grace is sufficient for you. My strength is perfect in my weakness. എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് ഈ കൃപ. അപ്പോൾ കൃപയുണ്ടെങ്കിൽ അത് നമ്മുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ആക്കുന്ന, അതിനെല്ലാം ഓവർകം ചെയ്യാൻ കഴിയുന്ന, പെർഫെക്റ്റ് ആക്കുന്ന ഒരു അനുഭവമാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ദൈവം നൽകിയിരിക്കുന്നത്, കൃപയുടെ ശക്തി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം ശക്തിയോടെ മുന്നേറുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ പൗലോസ് അതുകൊണ്ട് ഓർപ്പിക്കുകയാണ്, മൈ സൺ തിമോത്തി, ബി സ്ട്രെങ്തൻ ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദിസ് ഈവനിങ്, how much grace we are enjoying, or how much we got the grace. കൃപ എത്രമാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കൃപ നമുക്ക് ലഭിക്കുകയാണ്. താഴ്മയുള്ളവർക്കേ കൃപ കിട്ടത്തുള്ളൂ. എത്രയും താഴ്മയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു അവർക്ക് ദൈവത്തിന്റെ ശക്തിയുടെ കൃപയുടെ ശക്തി ധാരാളം ലഭിക്കും. ഒരു വാട്ടർ ടാങ്കിലെ വെള്ളത്തിന്റെ കൂടുതൽ ശക്തി കിട്ടുന്നത് അത് എത്രയും താഴെ ഏറ്റവും അടിയിലുള്ള ടാപ്പിലായിരിക്കും. ഒരു 10 സ്റ്റോറി ബിൽഡിങ്ങിന്റെ ടോപ്പിൽ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രഷറിൽ വെള്ളം കിട്ടുന്നത് ഏറ്റവും താഴെയുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ടാപ്പിലായിരിക്കും. അതിന്റെ പ്രഷറിൽ ഏറ്റവും കൂടുതൽ. ഇതുപോലെ ദൈവസന്നിധിയിൽ എത്രയും വിനയപ്പെടുത്തി താഴ്മയോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന അവർക്കാണ് ദൈവകൃപയുടെ ആ ശക്തി അധികമായി ലഭിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിനെ കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം തരുന്നത് കൃപയുടെ ശക്തിയാണ്. പണം ഒരുപക്ഷെ കിട്ടിയില്ലായിരിക്കാം, ഹെൽത്ത് വൈസിൽ ഒരുപക്ഷെ ഒരു ഇൻക്രീസ് കിട്ടിയില്ലായിരിക്കാം, വെൽത്ത് വൈസിൽ ഒരുപക്ഷെ ഇൻക്രീസ് ഇല്ലായിരിക്കാം. പക്ഷേ കൃപയുടെ ശക്തി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സഫിഷ്യന്റ്, അതെല്ലാറ്റിനും മതിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ ദീ. കർത്താവ് പൗലോസിനോട് പറയാൻ കാരണം, അപ്പൊ കൃപയുടെ ശക്തിയാൽ തിമോത്തിയോസേ നീ ശക്തിപ്പെടണം, കൃപയാൽ നീ ശക്തിപ്പെടണം. ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കൃപയുടെ ശക്തിയുള്ള ഈ ജീവിതത്തെ കുറിച്ചാണ്. സോ ഗ്രേസ് ഈസ് നീഡഡ്, ദ പവർ ഓഫ് ഓർ ദ സ്ട്രെങ്ത് ഓഫ് ഗ്രേസ് ഈസ് നീഡഡ് ടു റീച്ച് ദ ഗോഡ്സ് വിൽ. ഇറ്റ് എനേബിൾ us to reach to the point of God's will. ദൈവത്തിന്റെ ആ പർപ്പസിലേക്ക്, to God's purpose, ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ കൃപയുടെ ശക്തിയാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഈ ശക്തി വളരെ ആവശ്യമാണ്. കൃപയുടെ ഈ ശക്തിയുള്ള ജീവിതത്തിന്റെ 3 സിംബൽസ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. The 3 symbols of the powerful grace. ഈ കൃപയുടെ ശക്തിയുള്ള ജീവിതത്തെ 3 ഇമേജിനോട് ഇവിടെ ഒമിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത്. ആ ചിന്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ദ സിംബൽസ് ഓഫ് എ ക്രിസ്ത്യൻ ഓർ എ ബിലീവർ. 3 പ്രധാനപ്പെട്ട സിംബലുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് 3 പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കാം. വേഴ്സ് 2, ഇറ്റ്സ് എ ഗുഡ് സോൾജിയർ. അവിടെ ഇരിക്കുന്നത്
നല്ല ഭടൻ. ഒന്നാമത്തെ സിംബലാണ് നല്ല ഭടൻ. Number 2, verse 5 in Malayalam Bible. It's an athlete. രണ്ടാമത്തെ സിംബൽ ഒരു അത്ലറ്റിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. An athlete. മൂന്നാമത്തേത് ആറാമത്തെ വാക്യത്തിൽ എ ഫാമർ, കൃഷിക്കാരൻ. A hard working farmer, a athlete run according to rules, a soldier, a good soldier who fight against the enemy. So it's a മൂന്ന് ഇമേജുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തേത്, അതിന് മൂന്നാം വാക്യത്തിൽ കാണുന്നത് ബി എ ഗുഡ് സോൾജിയർ എന്ന് എഴുതിയിരിക്കും. സോൾജിയർ ഈസ് ഓൾവേസ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. യുദ്ധക്കളത്തിലാണ് ഒരു പടയാളി എന്ന് നമുക്കറിയാം. എല്ലാ രാജ്യത്തിനും soldiers ഉണ്ട്. Every country has soldiers. According to statistics, India has a 25 lakh soldiers. 25 ലക്ഷം പട്ടാളക്കാരാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ നിർത്തുവാനും യുദ്ധം ചെയ്യുവാനും വേണ്ടി റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇമേജ് ഒരു വിശ്വാസിയെ സോൾജറിനോട് ഉപമിച്ചിരിക്കുകയാണ്, ഒരു പട്ടാളക്കാരനോട് ഉപമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കണം പട്ടാളക്കാരനോട് ഉപമിക്കുവാൻ കാരണം? ഇവിടെ എഴുതിയിരിക്കുന്നത് നല്ല ഭടൻ, എ ഗുഡ് സോൾജർ. ദാറ്റ് മീൻസ് ഫെയ്ത്ത്ഫുൾ ടു ദ കോൾ, വൺ ഹു ഫെയ്ത്ത്ഫുൾ ടു ദ കോൾ. ആ വിളിക്ക് വിശ്വസ്തത പുലർത്തുന്ന പട്ടാളക്കാരൻ. നോട്ട് എ ലേസി സോൾജർ, ബട്ട് എ ഗുഡ് സോൾജർ, നല്ല ഭടൻ, ഹു ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് കോൾ. അവനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആ ഏജൻസിയോട്, ആ ഒഫീഷ്യൽ, ആ അതോറിറ്റിയോട് എപ്പോഴും ആ വിധേയത്വമുള്ളവനാണ്. ഈ പട്ടാളക്കാരന് എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ, ഡെയിലി സാലറി, അക്കോമഡേഷൻ, എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ അതോറിറ്റി ഓർ ദ ഗവൺമെന്റ്. ജസ്റ്റ് ഹി fight against the enemy of the country. That's the duty of all soldiers. ഇവിടെ വിശ്വാസിയെ പടയാളിയോട് ഉപമിച്ചിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, who are the enemies of a believer? വിശ്വാസിയുടെ ശത്രുക്കൾ ആരാണ്? Whom we have to conquer or we have to win. ആരെയാണ് നമ്മൾ കീഴടക്കേണ്ടത്? ആരെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്? To whom against we have to fight. ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ഫൈറ്റ് ചെയ്യേണ്ടത്? ചില ചിന്തിക്കുന്നത് ഫൈറ്റ് അഗൻസ്റ്റ് ഫാമിലി മെമ്പേഴ്സ്, വീട്ടുകാർക്കെതിരെയുള്ള യുദ്ധമുണ്ട്. റിലേറ്റീവ്സ്, ചിലർ നെയ്ബേഴ്സ്, ചിലരുടെ എനിമീസ് ഫ്രണ്ട്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ഓർ കോളേജ് മേറ്റ്സ് or colleagues. Sometimes it is to the mother-in-law or father-in-law or wife's family, husband's family. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ ബാറ്റിൽ നോട്ട് അഗൻസ്റ്റ് ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ജഡരക്തങ്ങളോടുള്ള പോരാട്ടത്തെ അല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അത് ചെയ്യാൻ അവകാശവുമില്ല. കാരണം കർത്താവ് പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിപ്പിനെന്നാണ്. ശത്രുക്കളെ സ്നേഹിച്ച പിന്നെ ആർക്കെതിരെയാണ്? ശത്രു ഇല്ലല്ലോ, പിന്നെ ആരോടാ യുദ്ധം ചെയ്യുന്നേ? ചർച്ചിലാണോ? അല്ല. അപ്പോൾ ഇവിടെ ഈ തോൽപ്പിക്കേണ്ടത്, യുദ്ധം ചെയ്യാൻ ചില ശത്രുക്കളുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കും. സോ ദ ഫസ്റ്റ് ഇമേജ് ഈസ് സോൾജിയർ. Soldier is always in the battlefield. He has to conquer some enemies. യുദ്ധത്തിൽ അവൻ ചിലരെയൊക്കെ തോൽപ്പിക്കാനുള്ളവനാണ് എന്നുള്ളത് രേഖപ്പെടുത്തി. There are three main
enemies to be conquered or to fight against. Number one, his flesh. അവൻ തന്നെയുള്ള അവന്റെ ജഡമാണ് തോൽപ്പിക്കേണ്ടത്. So the enemy is inside. അകത്തു തന്നെയാണ് ശത്രു. അകത്തു തന്നെയുള്ള ശത്രുവിനെയാണ് തോൽപ്പിക്കുന്നത്. So the biggest enemy is ourselves. നമ്മൾ തന്നെയാണ് ശത്രു വാസ്തവത്തിൽ. അത് പലർക്കും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് C.H. സ്പർജൻ, പ്രസംഗികളുടെ പ്രഭു, ദ ലോർഡ് ഓഫ് ഓൾ പ്രീച്ചേഴ്സ്, സ്പർജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, beware of no man more than yourself. Beware of no man more than yourself. We carry our worst enemy or worst enemies within us. We carry our worst enemies within us. So we have to beware ourselves. മറ്റാരെയും പേടിക്കണ്ട, നമ്മളെ തന്നെ പേടിക്കേണ്ടത്. ഏറ്റവും വലിയ ശത്രു നമ്മുടെ അകത്തുണ്ട്. ഇത് നമ്മളെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പൊ തോൽപ്പിക്കേണ്ടത് on a daily basis we have to war against ourselves. So enemy is inside, not outside. Outside ഉണ്ട്, അത് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇൻസൈഡിൽ നമ്മളിലുള്ള എനിമിയാണ് പലപ്പോഴും ശത്രുവാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തകം വളരെ വ്യക്തമായി ലേഖനങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് അക്കാര്യം റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ ഓർപ്പിച്ചിരിക്കും. സോ ഫ്ലഷ് എന്ന് പറയുന്നത് സിൻഫുൾ നേച്ചറിനെയാണ് ഫ്ലഷ് എന്ന് പറയുന്നത്. ജഡം എന്ന് പറയുന്നത് നമ്മുടെ പാപപ്രകൃതത്തെ കുറിച്ചാണ്. ദ സിൻഫുൾ നേച്ചർ, നമ്മളിലുള്ള പാപപ്രകൃതം. രക്ഷിക്കപ്പെട്ടെങ്കിലും even though we are saved, accepted Jesus Christ as our personal savior, we can sin. There is a possibility. Remember, only the punishment of sin is over. പാപത്തിന്റെ ശിക്ഷ മാത്രമേ തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല, പണിഷ്മെന്റ് ഇനിയില്ല. There is no punishment for us because we are the descendants of Adam. ആദാമിന്റെ പരമ്പരയിൽപ്പെട്ടത് കൊണ്ട് നമുക്ക് പാപമില്ല. പാപം കർത്താവ് വഹിച്ചു. നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പാപം പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു, പാപത്തിൽ നിന്ന് മോചനം നേടി, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം നേടി പ്രധാനമായി. എന്നാൽ റിമെമ്പർ, there is a power of sin and the presence of sin. Because of the presence of sin, there is power of sin. പാപത്തിന്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ശക്തിയുമുണ്ട്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ദൈവമക്കൾ പാപം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചു, one who born of God does not continue to sin. പാപത്തിൽ അവൻ തുടരുന്നില്ല, പക്ഷേ പാപം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചെയ്താൽ അതിനുള്ള റെക്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുത്തണം, അതിനുള്ള പരിഹാരം അവൻ വരുത്തുകയും ചെയ്യണമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിച്ചു. So the punishment of sin is over, but the presence and the power of sin is still in us. അതുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇവിടെയാണ് ജാഗ്രത ആവശ്യമുള്ളത്. തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പവറിനെ തോൽപ്പിക്കാൻ, അതിനെ കീഴടക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത്. The Holy Spirit, the power of the Holy Spirit is more powerful than the power of sin. അതിനേക്കാളൊക്കെ അത്യന്തം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. First Peter chapter 2 verse 11, 1 പത്രോസ് 2:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്ന് അവിടെ നമ്മൾ കാണും. I urge you as sojourners and exiles to abstain from the passions of the flesh which
wage war against your soul, to abstain from sinful desires which war against your soul. കണ്ടോ, അവിടെ ഒരു വാർ നടക്കുക, യുദ്ധം നടക്കുക. നമ്മുടെ ആത്മാവോട് പോരാടുന്ന ഒരു ജഡത്തിന്റെ ഒരു മോഹമുണ്ട്, സിൻഫുൾ നേച്ചർ ഉണ്ട്. ഇവിടെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ, പട്ടാളക്കാരൻ ഉണർന്ന് ജീവിക്കുന്നില്ലെങ്കിൽ, ഈ ഫ്ലഷ്, ഈ ജഡം നമ്മളെ കീഴടക്കും. We will be a failure in our Christian life. ഈ പാപം ചെയ്യാനുള്ള പ്രവണതയെ തോൽപ്പിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യം നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്ന ഭാഗമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, Romans 8. Romans 6-ൽ ബാപ്റ്റിസത്തെ കുറിച്ചെല്ലാം പറഞ്ഞു, പാപത്തിന്മേലുള്ള ജയമൊക്കെ പറയുമ്പോൾ തന്നെ 8-ാം അധ്യായത്തിലാണ് ഇതിന്റെ completion നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. So Romans 8 is very important to our Christian life. ആ അധ്യായം തുടങ്ങുമ്പോഴാണല്ലോ there is no condemnation those who are in Christ. ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവധിയുമില്ല എന്ന് പറഞ്ഞിട്ട് verse 5 അവിടെ വായിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. Who live according to the flesh and who live according to the spirit. രണ്ട് ഡിവിഷൻ ഇവിടെ നമ്മൾ വ്യക്തമായി കാണുകയാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റീസ്, അവരുടെ ഫീച്ചേഴ്സ് എന്താ? താഴെ തന്നെ എഴുതിയിട്ടുണ്ട് 6-ാം വാക്യത്തിൽ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തെ ചിന്തിച്ച് ജഡം ചെയ്തുകൊണ്ടിരുന്നാൽ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കും. സ്നാനപ്പെട്ടതാ ഇൻ ചാപ്റ്റർ 6, എ ബാപ്റ്റൈസ്ഡ് പേഴ്സൺ, സ്നാനപ്പെട്ട ആളാണ്, പക്ഷെ വീണ്ടും ജഡത്തിൽ ജീവിച്ചാൽ, for to set the mind on the flesh, ആ ജഡത്തിൽ മനസ്സുറപ്പിച്ച് പാപം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയാൽ ആത്മീയ മരണം സംഭവിക്കും. But to set the mind on the spirit, that is life and peace. ആത്മാവിന്റെ ചിന്തയുണ്ട്. അപ്പോൾ ആത്മാവിന്റെ ചിന്തയുണ്ട്, ജഡത്തിന്റെ ചിന്തയുണ്ട്. അടുത്തത് 7-ാം വാക്യത്തിൽ, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. ജഡത്തിന്റെ ചിന്തയ്ക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നില്ല. ആൾ വിശ്വാസിയാകും, he may be a believer, a baptized person, but still he enjoy the flesh. He is the enemy to God. ദൈവത്തിന്റെ ശത്രുവാണ്. The mind that is set on the flesh is hostile to God and does not submit to God's law. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടാൻ കഴിയാതെ ഇതിന് എനിമിയായി, ശത്രുവായി ജീവിക്കുക. ചർച്ചിലായിരിക്കുന്നത് പേര് ബിലീവർ എന്നാണ്, പക്ഷേ he is enemy to God. What a pity it is, right? ദൈവത്തിന്റെ ശത്രു, ഈ വാക്ക് ഇനി ഒരിക്കൽ കൂടെ നമ്മൾ കാണുന്നുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ ശത്രുവായ വിശ്വാസികളാണ് ഇന്ന് അനേകരെന്ന് പറയേണ്ടിയിരിക്കുന്നത്. Because they are walking according to flesh, not in the spirit. ഇവിടെയാണ് നമുക്ക് യുദ്ധം നടക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 8-ാം വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8-ന്റെ 8, Romans 8:8. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. Those who are in the flesh cannot please God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. I repeat, he may be a baptized, he may be in the church, but even he continued to walk in flesh. He is the enemy to God. He cannot please God. He is out of the will of God. അതുകൊണ്ട് ഈ ജഡത്തിന്റെ ശക്തിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പടയാളിയായിട്ടായിരിക്കണം ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ജഡസ്വഭാവമുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് ഓർപ്പിച്ചിരിക്കും. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് എക്സാമിൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ജഡത്തിന്റെ സ്വാധീനം ആണോ നമുക്കുള്ളത്? Are we under the influence of the flesh
Flesh means the sinful nature, ഭാവപ്രകൃതം. ആ ജഡം നമ്മളോട് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, അതോ ആത്മാവ് പറയുന്നത് അനുസരിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? So here is a big fight is going on. Flesh versus spirit. ഫ്ലഷിനുള്ളത് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ് ആണ്. ഫ്ലഷിന് എപ്പോഴും ഉള്ളത് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. ദാറ്റ് ഈസ് ദ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്, പാഷൻസ് ആൻഡ് ഈവിൾ ഡിസയേഴ്സ്. ജഡത്തിന്റെ കൈകാലുകളാണ്. ജഡം പ്രവർത്തിക്കുന്ന ഈ രണ്ടും കൂടെ ഉപയോഗിച്ചാണ്. പാഷൻസ്, മോഹങ്ങൾ, തെറ്റായ ആഗ്രഹങ്ങൾ. ഡിസയേഴ്സ് നല്ലതാണ്, പക്ഷെ ഈവിൾ ഡിസയേഴ്സ് അത് അപകടമാണ്. മോഹിപ്പിക്കുന്ന, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്ന സാത്താന്റെ വലിയൊരു തന്ത്രമാണ് എന്നുള്ളത്. രാഗങ്ങൾ, മോഹങ്ങൾ അനേക വിശ്വാസികളെ കീഴടക്കിയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫ്ലഷ്. പേരുകൊണ്ട് വിശ്വാസിയ, തലമുറ കൊണ്ട് വിശ്വാസിയ, പക്ഷേ he may be a fourth generation or third generation, but still he walk in the flesh. ജഡത്തിൽ ജീവിക്കുക. പിശാച് ആ മേഖലയിൽ അവരെ തോൽപ്പിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്, ഫ്ലഷും സ്പിരിറ്റും തമ്മിൽ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 verse 17, ഗലാത്യ ലേഖനം 5:17 വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിച്ചിരിക്കുക. എന്താ ഗലാത്യ ലേഖനത്തിന്റെ പ്രത്യേകത? ഞാനൊന്ന് ചർച്ചിന് എഴുതിയ 7 ലേഖനങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. 7 letters to churches. Paul has written 7 letters to churches. That is the fundamental basis of all believer. Number 1, Romans, justification by faith or justification through Christ. റോമാലേഖനത്തിൽ യേശു ക്രിസ്തുവിലുള്ള നീതീകരണം. കൊരിന്ത്യ ലേഖനത്തിൽ സാങ്ക്ടിഫിക്കേഷൻ ഇൻ ക്രൈസ്റ്റ്. സാങ്ക്ടിഫിക്കേഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ശുദ്ധീകരണം. നീതീകരണം ആദ്യം ഒരാൾ അനുഭവിക്കണം, രക്ഷിക്കപ്പെടണം, ആൾക്ക് വിശുദ്ധീകരണം ഉണ്ടാകണം. ആ ഓർഡറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം റോമാലേഖനം, പിന്നെ കൊരിന്ത്യ ലേഖനം, പിന്നെ തൊട്ടടുത്ത് വരുന്നതാണ് ഗലാത്യ ലേഖനം. അവിടെയാണ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള അബ്സല്യൂട്ട് ഫ്രീഡം, നോ ബോണ്ടേജ്. പാപത്തിന്റെ ബന്ധനമില്ല, മറ്റ് ശക്തിയുടെ ഒന്നും ബന്ധനമില്ല, ജഡത്തിന്റെ ബന്ധനമില്ല. അവിടെ നിന്നുള്ള മോചനം, എല്ലാ ഫ്രീഡം. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, അതാണ് ഗലാത്യ ലേഖനം. തൊട്ടടുത്ത് വരുന്നത് നമുക്കറിയാം എഫേസ്യ ലേഖനമാണ്. അത് ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവുള്ള അനുഗ്രഹമാണ്, ഒരു വിശ്വാസി കിട്ടുന്ന അനുഗ്രഹം. അടുത്തത് എഴുതിയിരിക്കുന്ന ഫിലിപ്പിയറാണല്ലോ. ഫിലിപ്പിയർ, ജോയ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള സന്തോഷം. കൊലോസ്യർ, പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തികഞ്ഞവൻ, നീതീകരിക്കപ്പെട്ടവൻ, വിശുദ്ധീകരിക്കപ്പെട്ടവൻ, സമ്പൂർണമായ ഫ്രീഡം ലഭിച്ചവൻ, എല്ലാ അടിമത്തത്തിൽ നിന്നും കംപ്ലീറ്റ് ഫ്രീഡം എൻജോയ് ചെയ്യുന്നവൻ, സഭയിലുള്ള എല്ലാ ബ്ലെസ്സിങ്സും അനുഭവിക്കുന്നവൻ, കർത്താവുള്ള സന്തോഷം, ജോയ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവുള്ള സന്തോഷം അനുഭവിക്കുന്നവൻ, അവൻ പെർഫെക്റ്റ് ആകുകയാണ്. പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, കൊലോസ്യ ലേഖനം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, ദൈവഹിതം സംബന്ധിച്ചൊക്കെ നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരാകുവാൻ, ഇതെല്ലാം കൊലോസ്യ ലേഖനത്തിന്റെ തീമാണ്. പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഫൈനലി തെസ്സലോനിക്ക ലേഖനം, വിത്ത് ക്രൈസ്റ്റ്. ഇങ്ങനെ നാം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ഇനിയും ഇരിക്കും. ഇതാണ് 7 ലേഖനങ്ങൾ. അതിന്റെ ഓർഡറിൽ തന്നെ പുതിയ നിയമത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താങ്ക് യു. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, സാങ്ക്ടിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ്, ജോയ് ഇൻ ക്രൈസ്റ്റ്, പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, ആൻഡ് ഫൈനലി വി ഓൾ ആർ വിത്ത് ക്രൈസ്റ്റ്. വാട്ട് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ് വി ആർ എൻജോയിങ്. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പാപത്തിൽ ഇന്നും ജീവിക്കുന്ന അനേകരുള്ളപ്പോൾ ദൈവം നമ്മളെ അവിടെ തെരഞ്ഞെടുത്തു, വിശുദ്ധീകരിച്ചു, സ്വാതന്ത്ര്യം നൽകി. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യർക്കും കിട്ടാത്ത വലിയ സന്തോഷം അവൻ ക്രിസ്തുവിൽ അനുഭവിച്ച് സമ്പൂർണ്ണതയുള്ള ജീവിതത്തിലേക്ക് നയിപ്പാൻ നമുക്കിടയായി. ഒടുവിൽ കർത്താവിനുടയായി തീരുവാനാണ്. ഈ ഭാഗ്യപദവി ലഭിച്ചത് ഓർത്ത് കരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
അപ്പോൾ ഇവിടെ ഈ ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 21 നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള വാക്യം. Galatians chapter 5 verse 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ജഡത്തിന്റെ മോഹം. Walk by the Spirit and you will not gratify the desires of the flesh. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാറ്റിഫൈ ചെയ്യുക. ഫ്ലഷിന് ഡിസയർ ഉണ്ട്, അതെപ്പോഴും ഈവിൾ ഡിസയർ ആണ്, അത് മോഹമാണ്. ആ മോഹം ഗ്രാറ്റിഫൈ ചെയ്യാൻ, അതാണ് ഇന്നത്തെ മനുഷ്യന്റെ എല്ലാ ആഗ്രഹം. ഈ അകത്തുനിന്ന് വരുന്ന ആ വലിയ ആഗ്രഹം, അതിനെ ഗ്രാറ്റിഫൈ ചെയ്യണം, അതിനെ എങ്ങനെയും തൃപ്തിപ്പെടുത്തണം. അതിനവൻ ചിലപ്പോൾ സിനിമ കാണും, അവൻ ചിലപ്പോൾ ബ്ലൂ ഫിലിം കാണും, ചിലപ്പോൾ പോണോഗ്രാഫി അഡിക്റ്റ് ആവും, അല്ലെ അവൻ ഡ്രഗ്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവൻ ഡ്രിങ്ക്സ് ഉപയോഗിക്കും, അവൻ മദ്യം ഉപയോഗിക്കും, ആൽക്കഹോൾ ഉപയോഗിക്കും. അപ്പോൾ അവരുടെ സന്തോഷം അതാണ്, അവരെ അത് എൻജോയ് ചെയ്യുകയാണ്, അവരെ ഗ്രാറ്റിഫൈ ചെയ്യാൻ അവരുടെ ആഗ്രഹം ആ തെറ്റിപ്പോകുന്നതിനെയൊക്കെ അവിടേക്ക് അവരെ വലിച്ചുകൊണ്ട് പോകുന്ന ആ അനുഭവം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കേണ്ടി വരും. ഒന്നുകിൽ ഫ്ലഷ് അല്ലെങ്കിൽ സ്പിരിറ്റ്, ഇത് രണ്ടിലേതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അത് വിശ്വാസിയുടെ കാര്യമാണ്, നോട്ട് ദ അൺബിലീവേഴ്സ്. ടോക്കിംഗ് അബൌട്ട് ദ ബിലീവേഴ്സ്. ബിലീവറിൽ, വിശ്വാസിയിലുള്ള രണ്ട് സ്പിരിറ്റിനെ കുറിച്ച്, രണ്ട് അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഫ്ലഷ് വേഴ്സസ് സ്പിരിറ്റ്, ഇത് തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുക. ഇവിടെയാണ് ഒരു പടയാളി ജയിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദിസ് എനിമി ഈസ് ഇൻസൈഡ്. അവർ നമ്മുടെ അകത്താ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ പാഷൻസ്, ഇതൊക്കെ ഏത് രീതിയിലാണ് ഫോം ചെയ്യുന്നത് അതനുസരിച്ച്. സോ വാട്ട് ഈസ് അവർ ഡിസയർ? എന്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മുടെ ആഗ്രഹം? ഏതാണ് നമ്മുടെ ചിന്ത? അതാണ് നമ്മുടെ അതിന്റെ ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ ജഡത്തിന്റെ ഈ മോഹം നിവർത്തിക്കാതിരിക്കാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യം, 17-ാം വാക്യം. ജഡാഭിലാഷം. Galatians 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും ശത്രുത്വമാകുന്നു, വിരോധമായിരിക്കുന്നു. Desires of the flesh are against the spirit, and the desires of the spirit are against the flesh, for these are opposed to each other. കണ്ടോ, ഇത് തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കുക. സൺഡേയിൽ സ്പിരിറ്റ്, വീക്ക് ഡേയ്സിൽ ഫ്ലഷ്, അല്ലേ? പലപ്പോഴും ഈ ഒരു ഫൈറ്റാ. സോ മെജോറിറ്റി ആർ സൺഡേ ക്രിസ്ത്യൻസ്, സൺഡേ വിശ്വാസികളാ. വീക്ക് ഡേയ്സിൽ ജഡത്തെ അനുസരിച്ച് നടക്കുക. ഇവിടെയാണ് അപകടം. അനേക സഭകളുടെ അപകടം അവിടെയാണ്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ആത്മാവിനെ തന്നെ അനുസരിച്ച്, എനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് മാത്രം നടപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ഈ കൃപയുടെ ശക്തിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ വിൽ പവർ കൊണ്ട് പറ്റത്തില്ല. We cannot survive or conquer just because we have willpower. No. That's why God has given the Holy Spirit, the powerful force. ദൈവശക്തി നമുക്ക് തന്നിരിക്കുന്നത് അത് ഉപയോഗിച്ച് മാത്രമേ സാധിക്കൂ. ആകയാൽ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ശക്തി സംഭരിക്കാം. ഈ ജഡത്തെ കീഴടക്കണം, ഈ ജഡത്തെ ഒതുക്കണം, ഈ ജഡത്തെ കൊല്ലണം, ഈ ജഡത്തെ ക്രൂശിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. എത്രയോ വിശ്വാസികൾ തകർന്നുകൊണ്ടിരിക്കുക. അവരുടെ ആഗ്രഹം to gratify the evil desires. ജഡമോഹം, ജഡത്തിന്റെ evil desires, ഇതിനെ കൊല്ലണം, ഇതിനെ നശിപ്പിക്കണം. ഇവിടെയാണ് യുദ്ധം. ഇതാണ് ഒരു സോൾജർ ചെയ്യുന്നത്, കീഴടക്കണം. ഇത് മനസ്സിലാക്കാൻ ഒരു ചിന്തകന്റെ ഒരു ഇമേജറി, ഒരു ചെറിയൊരു സ്റ്റോറി, ഒരു എക്സാമ്പിൾ ഇങ്ങനെയുണ്ട്. രണ്ട് പട്ടികൾ. So there are two dogs in a house. One is black dog and white dog. So the owner has to kill the black dog. കറുത്ത പട്ടി, വെളുത്ത പട്ടി. ഈ കറുത്ത പട്ടിയെ ഒന്ന് കൊല്ലണം. നമ്മൾ ഈ ആത്മാവും ജഡവും തമ്മിൽ കമ്പയർ ചെയ്യണം, ജസ്റ്റ് ഫോർ കമ്പാരിസൺ. So for the time being we can compare with the black dog as the flesh and the white dog as the spirit. പട്ടിയെ കൊല്ലണം. എങ്ങനെ കൊല്ലാൻ പറ്റും? Starve the black dog and feed the white dog. That's the remedy.
വളർത്തേണ്ട പട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, കൊല്ലേണ്ട പട്ടിക്ക് ഒന്നും കൊടുക്കാതിരുന്ന വെച്ചാൽ ഡേ ബൈ ഡേ that black dog will die. ഇതുപോലെ just like that, if you want to kill the flesh, don't give any food to the flesh to gratify its desires. Flesh has desire, but it is evil desire. If we feed by giving the items those who want the flesh, one day we will be spiritually die, no doubt about it. So starve the black dog and feed the white dog. ഈ ആത്മാവിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ അത് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ആത്മാവിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? അത് ഫീഡ് ചെയ്യുന്നുണ്ടോ? വചനത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പ്രാർത്ഥനയുടെ ശക്തി, ആരാധനയുടെ, സ്തുതിയുടെയും പാട്ടിന്റെ ശക്തി, ഇതെല്ലാം കൂടെ നമ്മളെ ഫീഡ് ചെയ്ത് നമ്മളെ പവർഫുൾ ആക്കുകയാണ്. So we have become powerful by getting all the spiritual items. ദൈവശക്തി നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മളെ ഈ കറുത്തപട്ടിയുടെ പ്രതീകമായ ഈ ഫ്ലഷിനെ കൊല്ലണം. അതിനാവശ്യമുള്ള ഒന്നും കൊടുക്കരുത്. ഇവിടെ വരുന്ന കുഴപ്പം, 6 ദിവസം ബ്ലാക്ക് ഡോഗിനെ ഫീഡ് ചെയ്യും, സൺഡേ വന്ന് വൈറ്റ് ഡോഗിനെ ഫീഡ് ചെയ്യും. അവിടെയാണ് അനേക വിശ്വാസികൾക്കും പരാജയം. ഇവിടെയാണ് അപകടം. ഒരിക്കലും ബ്ലാക്ക് ഡോഗ് ചാകുന്നില്ല. കുറച്ചു നേരം ഒന്ന് വീക്കായിരിക്കുന്നു, പിന്നെ സർവൈവ് ചെയ്യും, പിന്നെ എഴുന്നേറ്റ് ഉണർന്നു വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആത്മാവിന്റെ പകർച്ച പകർന്നുകൊണ്ട് കൊടുക്കണം. ആത്മാവിന് ശക്തി പകരേണ്ടതാണ് എന്ന് ദൈവം ഓർപ്പിച്ചിരിക്കും. എന്താ അതിന്റെ റെമഡി? എന്താണ്? എങ്ങനെ നമുക്ക് ഈ യുദ്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തന്നെയുണ്ട് 5:24, ഗലേഷ്യൻസ് 5:24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. Crucified the flesh with its passions and desires. പാഷനെയും ഡിസയറിനെയും കൂടെ ക്രൂശിക്കണം. കാൽവറിയിൽ കൈകളെ വെച്ച് ആണിയടിച്ച് കർത്താവിനെ പോലെ ഒരാളെ ക്രൂശിക്കുമ്പോൾ കൈകൾ വിരിച്ച് കാലുകൾ താഴെയും വെച്ച് ആണിയടിച്ച് ക്രൂശിക്കുകയാണ്. If somebody is crucified, he cannot move for a moment from that cross. അവിടെ ക്രൂശിച്ച് തറച്ചു വെച്ചിരിക്കും. ഇതുപോലെ just like that we have to crucify our flesh. Not in the fasting prayer, daily we have to crucify. എല്ലാ ദിവസവും ക്രൂശിക്കണം. എങ്കിലേ നമ്മൾ സർവൈവ് ചെയ്യത്തുള്ളൂ. കാരണം we are human beings. We can commit any mistakes at any time. But by the power of God and the grace of God, we can overcome it. That's the message the Bible gives. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ക്രൂശിക്കണം, കൊല്ലണം. ഈ ജഡത്തെ ജഡത്തിന് ഇഷ്ടമുള്ളതൊന്നും കൊടുക്കരുത്. ജഡം പറയും അങ്ങോട്ട് നോക്കണം, ജഡം പറയും അവിടെ പോകണം, ജഡം പറയും ഇത് എൻജോയ് ചെയ്യണം, ജഡം പറയും ഇതാണ് നല്ലത്. അപ്പോൾ തന്നെ സ്പിരിറ്റ് പറയും നോ നോ, ഡോണ്ട് ഗോ ദേർ, ഡോണ്ട് സീ ദാറ്റ് പിക്ചർ, ഡോണ്ട് മൂവ് ദിസ് വേ. പരിശുദ്ധാത്മാവ് പറയും, പക്ഷേ ആത്മാവ് പറയുന്ന കേൾക്കാൻ ചെവിയുള്ളവനെ കേൾക്കാനൊക്കത്തും. ആത്മാവിന്റെ ഗൈഡൻസിൽ വേണം നമ്മളെല്ലാവരും നടക്കാൻ. ആത്മാവിന്റെ നിറവ് അതുകൊണ്ടാണ്. ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ലീഡിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, കൺട്രോളിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതെല്ലാം 3 അനുഭവങ്ങളാണ്. ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നടത്തിപ്പ്, ആത്മാവിന്റെ കൺട്രോൾ, ആത്മാവിന്റെ നിയന്ത്രണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ. ഇവിടെയാണ് വിശ്വാസിയുടെ ശക്തി സംഭരിക്കുന്നത്. നമുക്കറിയാം, not a single country will recruit a weak person as a soldier. ഉണ്ടോ? ചെസ്റ്റും വെയിറ്റും ഹൈറ്റും ഹെൽത്തും എല്ലാം അവിടെ ഇവിടെ എല്ലാം കൊട്ടി തട്ടി നോക്കി വളരെ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് പെർഫെക്റ്റ് ആയ ഒരാളെ മാത്രമേ പട്ടാളത്തിൽ റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. ബലഹീനരെ ആരും എടുക്കത്തില്ല. ഇതുപോലെ വിശ്വാസികളായി നമ്മൾ സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കണം. സ്പിരിച്വലി ഫിറ്റ് ആയെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇഫ് യു ആർ വീക്ക്, വി കനോട്ട് സർവൈവ്. The enemy is more stronger. നമ്മളെക്കാൾ വളരെ ശക്തിയാണ് ശത്രു. നമ്മളെ കീഴടക്കും. ഫൈറ്റ് ചെയ്യാൻ ആരോഗ്യം വേണം, ഹെൽത്ത് വേണം, ആത്മീയ ആരോഗ്യം വേണം. അത് കിട്ടുന്ന എവിടുന്ന? നോട്ട് ബൈ ടോണിക്, നോട്ട് ബൈ മെഡിസിൻ, ഫ്രം ദ ലിവിംഗ് വേർഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്.
and it is given by our Almighty God. അവിടുന്ന് വാങ്ങിച്ച് ശക്തി സംഭരിക്കണം. ക്രിസ്തുയേശുവിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശത്രുവിനെ അറിയണം. ഇന്ത്യക്കെതിരെ വരുന്ന ശത്രുവിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ, സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ നമ്മളോട് അറ്റാക്ക് ചെയ്യുന്ന ഈ ജഡത്തിന്റെ ശക്തിയേക്കാൾ കൂടുതൽ പവർഫുൾ ആയി നമ്മൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ജയിപ്പാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ആത്മീയ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിപ്പാൻ ഇടയായിട്ടുണ്ട്. ആത്മാൻ ബി ഫിൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് ഫേസിൽ പറഞ്ഞുകൊണ്ട് ബി ഫിൽഡ്, ഇറ്റ്സ് എ കമാൻഡ്. അതെന്നും വേണ്ടതാണ്. ഫില്ലിങ് എപ്പോഴും വേണം. ഫ്യൂവൽ നമ്മൾ ഫില്ല് ചെയ്യുമല്ലോ. വാഹനം ഓടിക്കാൻ, കാർ ഓടിക്കാൻ വി ഹാവ് ടു ഫിൽ ദ ഫ്യൂവൽ ഒക്കേഷണലി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വണ്ടി അവിടെ കിടക്കും. ഇതുപോലെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവിന്റെ നിറവ് വേണം. ഉപവാസ പ്രാർത്ഥനയിൽ ഫില്ലിങ് നടത്താം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫില്ലിങ് ദൈവം തരും. അപ്പോഴാണ് കൺട്രോൾ ചെയ്യുന്നത് ഈ ആത്മാവിനാൽ ലീഡിങ് നയിക്കപ്പെടുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ജഡത്തെ തോൽപ്പിപ്പാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. ജഡം കൊല്ലണം. ഡെയിലി ക്രൂസിഫിക്ഷൻ നടക്കണം. 3 ക്രൂസിഫിക്ഷൻ ഉണ്ട്. അതുകൂടെ ഒന്ന് ഓർപ്പിക്കാം. ഗലാത്യ ലേഖനത്തിൽ തന്നെയാണ് 3 തരത്തിലുള്ള ക്രൂസിഫിക്ഷൻ. ചാപ്റ്റർ 2 വേഴ്സ് 20, 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഐ ആം ക്രൂസിഫൈഡ്, ഐ ആം ക്രൂസിഫൈഡ്. ഒരു വിശ്വാസി 3 തരത്തിലുള്ള ക്രൂശീകരണം ഉണ്ടായിരിക്കണം. 3 type of crucifixion. Number 1, the self, ego. ഞാൻ എന്നുള്ള ഭാവം ക്രൂശിക്കപ്പെടണം. ക്രിസ്തു വളരണം. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് അവനോ വളരണം, ഞാനോ കുറയണം. നമ്മൾ കേട്ടില്ലേ ചിലർ, ഞാൻ ആരാണെന്ന് അറിയുമോ? ഡു യു നോ ഹൂ ആം ഐ? ചിലർ ചോദിക്കാറില്ലേ, ഞാൻ ആരാന്നറിയാമോ? അറിയാം. എന്താ? ഒരു ശ്വാസത്തിന്റെ ഉടമ, അത്രേ ഉള്ളൂ. പക്ഷെ പറയുന്ന ആൾക്ക് അത് അറിയത്തില്ല. ഞാൻ ഈഗോ നമ്മുടെ ഇങ്ങനെ വളർന്നു വരും. കർത്താവ് ചെറുതായി വരും. ഇവിടെ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് ഇനി ജീവിക്കാൻ ഞാനല്ല, ഐ എം നോട്ട് ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. രണ്ടാമത്തെ ക്രൂശീകരണമാണ് നമ്മൾ ഇവിടെ വായിച്ചത് 5:24 ജഡത്തെ ക്രൂശിക്കണം. മൂന്നാമത്തെ ക്രൂശീകരണം ഇനി നമ്മൾ തുറന്ന് ചിന്തിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ആ വാക്യം ശ്രദ്ധിക്കും. 6-ാം അധ്യായത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്. 6:14. അപ്പൊ 3 ക്രൂശീകരണം എല്ലാ ദിവസവും നടക്കേണ്ടത് ആവശ്യം. നമ്മൾ ചിന്തിച്ചത് ജഡം എന്ന ശത്രുവിനെ തോൽപ്പിക്കണം. ദാറ്റ് enemy is inside. ആ enemy is powerful, but our God is more powerful. If we walk by the Spirit, we can definitely overcome or kill the flesh or crucify the flesh on a daily basis. Number 2, രണ്ടാമത്തെ ശത്രു എന്നുള്ളത് പാപം തന്നെയാണ്, അഥവാ പിശാചാണ്. പിശാച്, Satan or the sin. പാപം നമ്മുടെ ശത്രുവാണ്. പാപം ചെയ്യിക്കുന്ന പിശാചാണ് നമ്മുടെ ശത്രു. ഈ പിശാചിനെ ജയിക്കേണ്ടത് ആവശ്യമാണ്. പാപം from the very beginning it gives as the warning to the children of God in Genesis chapter 4 verse 7. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ആ ഇൻഡിക്കേഷൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വാണിംഗ് പോലെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് പാപം വാതിക്കൽ കിടക്കുന്നു. Sin is crouching at the door. ഈ വാതിക്കൽ ഈ ഡോഗ്സ് ഒക്കെ കിടക്കുന്ന പോലെ crouching at the door. Its desire is for you, but you must rule over it. നീയോ അതിനെ കീഴടക്കണം. വാതിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത്, അറ്റ് ദ ഡോർ സ്റ്റെപ്പ്, നമ്മുടെ ഏറ്റവും അടുത്ത്. ഡോർ തുറന്നാൽ ഉടനെ അതിന്റെ പുറത്ത് ചവിട്ടും. അത്ര നിയറസ്റ്റ് ആയിട്ട് കിടക്കുകയാണ് പാവം. അതുകൊണ്ട് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന സിൻ ഇൻ ഇംഗ്ലീഷ് SIN. The middle letter is I am always in the middle of sin. ഞാൻ എപ്പോഴും പാപത്തിന്റെ നടുക്ക. ആ ചിന്ത വേണം. സോ പാപം നമ്മളെ കീഴടക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിനെയാണ് തോൽപ്പിക്കേണ്ടത്. പാപം ദൈവത്തിൽ നമ്മളെ അകറ്റുന്നത്, റിബല്യസ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ, അതാണല്ലോ പാപം. ദൈവ ഇഷ്ടത്തിനെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പിശാചിന്റെ ആഗ്രഹം എപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റണം. ആഡം ആൻഡ് ഈവ്, they were very close to God, but
The Satan wants to divide that relationship. On every evening, there was a special meeting or the family prayer is there. God, Adam and Eve. ഇത് സാത്താൻ കണ്ടു, അതുകൊണ്ട് അവരെ അവിടുന്ന് അകറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റുക സാത്താന്റെ ആഗ്രഹമാണ്. കൂട്ടായ്മയിൽ നിന്ന് അകറ്റുക, to separate from God and separate from the fellowship and separate from the word of God, separate from the church. അതാണ് സാത്താന്റെ എപ്പോഴും ആഗ്രഹം. ഇവിടെയാണ് ഫൈറ്റ് നടക്കേണ്ടത്. ഇവിടെയാണ് പാപം ചെയ്യാൻ നമ്മളെ ടെൻഡൻസി കൊണ്ടിരുന്ന സാത്താന്റെ മേൽ നമുക്ക് ജയം ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചപ്പോൾ in Lord's prayer we can see, deliver us from evil. ദുഷ്ടന്റെ കയ്യിൽ ഞങ്ങളെ വിടുവിക്കണമേ. We have to pray. കർത്താവേ, ഇന്ന് പകൽ, this day, on every day, deliver us from evil. തിന്മ പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ സാത്താനാണ് ഈ പാപത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. 2 Corinthians chapter 2 verse 11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. We are not ignorant of his designs or strategies. സാത്താന്റെ തന്ത്രം അറിയണം. അവൻ നമ്മളെ തോൽപ്പിക്കും, നമ്മളെ കീഴടക്കും. അവന്റെ ആഗ്രഹം മൊത്തം അത് മാത്രമാണ് എന്ന് വചനം ഓർപ്പിച്ചിരിക്കുകയാണ്. അവന്റെ ആഗ്രഹം നമ്മളെ എങ്ങനെയെങ്കിലും കീഴടക്കണം. അത് തന്നെയാണ് അവന്റെ ആഗ്രഹം. മറ്റൊരു ചിന്തയുമില്ല. അവനിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. UK-ലും അമേരിക്കയിലും ഇന്ത്യയിലും റഷ്യയിലും എവിടെയൊക്കെ ഉണ്ടോ വിശ്വാസികൾ, അവരെല്ലാം തോൽപ്പിക്കാൻ ഈവൻ ടുഡേ ആൻഡ് ഈവൻ ദിസ് ടൈം ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതാണ് 2 Peter chapter 5 verse 7 അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ പത്രോസ് അപ്പോസ്തലൻ ആ കാര്യം വ്യക്തമായി ഓർപ്പിച്ചു. 1 Peter 5 അധ്യായത്തിന്റെ 8 വാക്യം 5:8, 1 Peter chapter 5 verse 8 അവിടെ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായി. Be sober minded and be watchful. കെയർഫുൾ ആയിരിക്കണം, ഉണർന്നിരിക്കണം. കാരണം പിശാച്, your adversary, the devil prowls around like a roaring lion. ചുറ്റി നടക്കുക, ആരെങ്കിലും അവന്റെ കീഴിൽ ആക്കുവാൻ, ആരെങ്കിലും അവനെ ഒന്ന് ഒതുക്കുവാൻ. പ്രിയ ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ ഇടയാകട്ടെ. ഏതിലെയാ വരുന്നത്? ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യക്കെതിരെ വരുമ്പോൾ ഇന്ത്യയുടെ ബോർഡറിലുള്ളവർ നോക്കുന്നത് ഏത് റൂട്ടിലൂടെ വരുന്നത്, അവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, അവിടെയാണ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഏത് വീക്ക് പോയിന്റ് ആണ് നമുക്കുള്ളത്, എവിടെയാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ആ വഴിയിലൂടെ തന്നെ സാത്താൻ വരും. So Satan is attacking us through our weakness, through our weak points. If we are giving less time to prayer, so that's the weakness of our spiritual life. അതിലേ വരും. പ്രാർത്ഥനയ്ക്കുറവുണ്ടെങ്കിൽ കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നെന്ന് അവിടെ കൊണ്ടുവരും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരും, പ്രാർത്ഥന മുടങ്ങിപ്പോവും. ഈവൻ ദ ഡെയിലി മോർണിംഗ് ഡിവോഷൻ, ദൈവവചനം വായിക്കാനുള്ള സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ വരും, വചനം നിർത്തും. വർഷിപ്പ് ടൈം, ആരാധനയ്ക്ക് പോകേണ്ട സമയത്ത് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടാകും. ഇതെല്ലാം സാത്താന്റെ തന്ത്രങ്ങളുണ്ട്. പക്ഷേ അത് ജയിക്കാൻ നമുക്കിടയാകണം. ഇല്ലെങ്കിൽ we will be in a very troubled life. അതുകൊണ്ട് സാത്താൻ ചുറ്റി നടക്കുക, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കും. ജെയിംസ് ചാപ്റ്റർ 4 verse 7 വളരെ ക്ലിയർലി ജെയിംസ് says, യാക്കോബ് 4:7, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത്, resist the devil and he will flee from you. എതിർത്ത് നിന്നെങ്കിലേ ഓടിപ്പോകത്തുള്ളൂ. റെസിസ്റ്റ് ചെയ്യണം. റെസിസ്റ്റിംഗ് പവർ വേണം. ആ പവറാണ് ഹോളി സ്പിരിറ്റ് നമുക്ക് നൽകുന്നത്. നോട്ട് വിത്ത് അവർ മസിൽ പവർ വി കാനോട്ട് റെസിസ്റ്റ് ദ സൈറ്റൻ, ബിക്കോസ് സൈറ്റൻ ഈസ് മോർ പവർഫുൾ ദാൻ us, ബട്ട് അവർ ഗോഡ് ഈസ് മോർ പവർഫുൾ. അതുകൊണ്ട് കർത്താവിനെ കാത്തിരുന്നാൽ ഈ ആത്മശക്തി നമുക്ക് പ്രാപിപ്പാനിടയാവും. ഇന്ന് അനേക വ്യക്തികളെ പിശാച് വിഴുങ്ങി, പിശാച് കീഴടക്കി, പിശാച് തോൽപ്പിച്ചു.
സഭകളെ തോൽപ്പിച്ചു, കുടുംബങ്ങളെ സാത്താൻ തോൽപ്പിച്ചിരിക്കുക. സാത്താൻ കയറി വരുന്ന മേഖല തിരിച്ചറിയാൻ കഴിയാതെ പിശാചിന്റെ അടിമകളായി പിശാച് അനേകരെ വിഴുങ്ങിയ സന്ദർഭങ്ങളായി മാറിയിരിക്കുമ്പോൾ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടോ? തോൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവൻ നമ്മെ തോൽപ്പിക്കും. യൂദ, ഫോർ എക്സാമ്പിൾ ജൂഡ്, the treasurer of Jesus and his disciples, യേശുവിന്റെ കൂടെ നടന്നവനാണല്ലോ ജൂഡ ഇസ്കറിയോത്ത്. പിശാച് അവനിൽ കയറി. യോഹന്നാൻ വ്യക്തമായി സാത്താൻ അവനിൽ കടന്നു എന്നാണ്. സാത്താൻ അവനിൽ കടന്നു. Satan entered his heart. അങ്ങനെയാണെങ്കിൽ പിശാചിന് നമ്മുടെ ഹൃദയത്തിലും കടന്ന് നമ്മളെയും തെറ്റിക്കാൻ സാധ്യതയില്ലേ? So there is a possibility. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നിരിക്കണം, ബി വിജിലൻസ്, ജാഗ്രത വേണം. സാത്താൻ വരുന്ന മേഖല തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നല്ലോ അനന്യാസ് ആൻഡ് സഫീറ. അവരുടെ എല്ലാ പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നപ്പോൾ പലരും ചെയ്ത പോലെ അവരും കൊണ്ട് കൊടുക്കാൻ ശ്രമിച്ച ഭാഗം ആക്ട്സ് ചാപ്റ്റർ 5 നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ സംഭവിച്ചു നമുക്കറിയാം. അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. അതിന് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ പത്രോസ് സന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കപ്പിളായിരുന്നു അനന്യാസ് ആൻഡ് സഫീറ. പക്ഷേ സാത്താൻ അനന്യാസിന്റെ ഹൃദയം കൈവശപ്പെടുത്തി. സാത്താന് അവൻ ഇടം കൊടുത്തു. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഹൃദയത്തെ പിശാച് കൊണ്ടുപോകുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടോ? വ്യാജം കാണിക്കുമ്പോൾ സാത്താൻ വരുന്നുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക പിശാചാണ്. അതുകൊണ്ടാണ് പിശാച് ഇടം കൊടുക്കരുത് എന്ന് വ്യക്തമായി എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. സാത്താൻ അനേകരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്കൊരു തീരുമാനം എടുക്കാം. ഈ പിശാചിനെതിരെ ഞാൻ യുദ്ധം ചെയ്യും. അറ്റ് എനി കോസ്റ്റ് ഐ വാണ്ട് ടു വിൻ. ഈ യുദ്ധത്തിൽ എനിക്ക് ജയിക്കണം. സാത്താൻ എന്നെ തോൽപ്പിക്കരുത്. എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ തൊടരുത്. അവരുടെ ഭാവിയെ തൊടരുത്. പോരാടണം, ഫൈറ്റ് ചെയ്യണം. അലസമായി ഉറങ്ങിക്കിടന്നാൽ ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കത്തില്ല. വി ഹാവ് ടു ബി മോർ കെയർഫുൾ ആൻഡ് ബി അലേർട്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഈ യുദ്ധത്തിൽ ജയിപ്പാൻ നമുക്കിടെ. റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. എതിർത്ത് നിൽക്കുന്നില്ലെങ്കിൽ അവൻ നമ്മളെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് വചനം വളരെ വ്യക്തമായി ഓർപ്പിച്ചിരിക്കുമ്പോൾ സാത്താന് മേൽ ജയമെടുക്കുന്ന ഒരാത്മീയ അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. എതിർത്ത് നിൽക്കണം. എഫേസ്യ ലേഖനത്തിൽ അതുകൊണ്ടാണ് വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എതിർത്ത് നിൽക്കണം. വളരെ മനോഹരമായി സഭയ്ക്കുള്ള ലേഖനത്തിൽ കൃത്യമായി അപ്പോസ്തലനായ പൗലോസ് അത് ഓർപ്പിച്ചിരിക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, Ephesians chapter 6 verse 10. ഒടുവിൽ കർത്താവിലും, finally be strong in the Lord and in the strength of his might. Be strong. കൃപയുടെ ശക്തി, ക്രിസ്തുവിലുള്ള ശക്തി, കർത്താവിൽ ശക്തിപ്പെടണം. ഫൈനലി ഒടുവിലായി പറയാനുള്ളത് അതാണ് നമുക്ക് അവസാനമായി നമുക്കുള്ളത്. എന്താ അടുത്ത വാക്യം? 11-ാമത്തെ വാക്യത്തിൽ എന്തിനു വേണ്ടിയാ ശക്തിപ്പെടുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ. ടു സ്റ്റാൻഡ് അഗൻസ്റ്റ് ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ. ഭയങ്കര സ്ട്രാറ്റജി ഉണ്ട്, പല സ്കീമുണ്ട്. എല്ലാവരോടും ഒരേ സ്കീമല്ല, എല്ലാ സഭയോടും ഒരേ സ്കീമല്ല. പക്ഷേ പേടിക്കേണ്ട, പിശാചിനെ കുറിച്ച് പേടിച്ചാലും ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവൻ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അലർട്ടായിരിക്കണം, ജാഗ്രത വേണം. അലസമായിരുന്നാൽ അവൻ കയറി അറ്റാക്ക് ചെയ്യും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇഫ് യു ആർ ലേസി ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്, ഇൻ അവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, in reading and meditate the word of God and spend time in prayer, if you are lazy in these areas, definitely Satan will attack us. ഒരുപാട് കുടുംബങ്ങളെ തകർത്തു കഴിഞ്ഞിരിക്കുക, വ്യക്തി ജീവിതങ്ങളെ തകർത്തിരിക്കുക, പേരുകൊണ്ട് വിശ്വാസിയ, പക്ഷേ മുഴുവൻ പിശാചിന്റെ പിടിയിൽ അമർന്നു കിടക്കുക.
രാവിലെ സമയം കർത്താവേ, അതിന് എനിക്കൊരു ജയം വേണം, എന്നെ തൊടാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇന്നലെ നമ്മൾ അവസാനം വായിച്ചതുപോലെ തന്നെ താൻ സൂക്ഷിക്കുന്നവനെ തൊടാൻ ദുഷ്ടനെ അനുവദിക്കാത്തൊരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ ശത്രുവിനെ പേടിക്കേണ്ട, കർത്താവിനെ ഭയപ്പെട്ടാൽ മാത്രം മതി. ശത്രുവിനെ തോൽപ്പിക്കാനുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 144 തോന്നുന്നു, ആ യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായി എന്റെ വിരലുകളെയും അവൻ അഭ്യസിപ്പിക്കുന്നു. യുദ്ധത്തിനായി എന്റെ കൈകൾ, who trains my hands for war and my fingers for battle. നമുക്കറിയാം പഴയ കാലത്ത് ഹാൻഡ്സും ഫിംഗേഴ്സും വേണം, അമ്പും ബില്ലും ഉപയോഗിക്കുവാൻ, കുന്തം പിടിക്കുവാൻ. അവിടെ കൈയും വേണം, വിരലും വേണം. വിരലില്ലാത്തവന് അമ്പ് ചെയ്യാനൊക്കത്തില്ല. ഇന്നത്തെ പോലുള്ള തോക്കുകളൊന്നും അല്ലല്ലോ, പാറ്റൻ ടാങ്ക് ഇല്ലല്ലോ, സ്വിച്ച് ഇട്ടാ പോരല്ലോ, കൈ തന്നെ വേണം, കൈയും വിരലും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്, അവൻ യുദ്ധത്തിനായി എന്നെ കൈകളെയും പോരിനായി വിരലുകളെയും. ഇതൊരു അഭ്യാസമാകട്ടെ, ഉപവാസ പ്രാർത്ഥന ട്രെയിനിങ് ആകട്ടെ, കൈകൾക്കൊരു അഭ്യാസം വരട്ടെ. സ്തുതിക്കുന്ന കൈ, പ്രാർത്ഥിക്കുന്ന കൈ, ഉയർത്തുന്ന കൈ, മലർത്തുന്ന കൈ, കൊടുക്കുന്ന കൈ, കൈ ശക്തിപ്പെടട്ടെ. വരണ്ട കൈകളൊക്കെ നിവർന്നു വരട്ടെ, എല്ലാ കുഴഞ്ഞ മുഴങ്കാലുകളൊക്കെ നൂർന്നു വരട്ടെ. ആത്മാവിന്റെ ഒരു പുതിയ ചൈതന്യം ഏറ്റെടുപ്പാനിടയാകട്ടെ. തലമുറ അത് കണ്ടുപഠിക്കട്ടെ. വീട്ടിലെ ആത്മീയ അന്തരീക്ഷം കുഞ്ഞുങ്ങൾ കാണട്ടെ. Let's see the children, the spiritual atmosphere in the same house. അതുകൊണ്ട് വലിയൊരു ചൈതന്യം നമുക്കുണ്ടാകണം. അനേക കുടുംബങ്ങളെല്ലാം തകർത്തിരിക്കുക സാത്താൻ, തലമുറകളെ വഴിതെറ്റിച്ചിരിക്കുക. പ്രാർത്ഥനയില്ല. പണ്ട് കാലത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. വളരെ എക്കണോമിക്കലി പൂർ ആയിരുന്നപ്പോൾ കർത്താവ് വേണമായിരുന്നു, കൂട്ടായ്മ മുടക്കത്തില്ലായിരുന്നു. ദൈവം അനുഗ്രഹിച്ചു. വീടുകളായി, വാഹനങ്ങളായി, വിദ്യാഭ്യാസം കൊടുത്തു, വിദേശ ബന്ധങ്ങൾ കൊടുത്തു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേരമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തലമുറകളെ മുഴുവൻ പിശാച് വിഴുങ്ങിക്കഴിഞ്ഞു, വീഴിച്ചു കഴിഞ്ഞു. തലമുറ അക്രൈസ്തവരെ മാരേജ് ചെയ്യുന്നു. വാട്ട് എ പിറ്റി ഇറ്റ് ഈസ്. ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. തലമുറ വഴിതെറ്റി പോകാതിരിക്കാൻ പോരാടണം. ശത്രു വലിച്ചു കൊണ്ടുപോകും. അവനിങ്ങനെ തന്ത്രം ഭയങ്കരമാണ്. എങ്ങനെ വീഴിക്കാമെന്ന് നോക്കി അവന്റെ സ്കീംസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വളരെ പ്രാർത്ഥിക്കേണ്ട കാലത്താണ് ജീവിക്കുന്നത്. ആത്മീയ മണ്ഡലം വളരെ തകർന്നിരിക്കുക. വളരെ ദുഃഖകരമായ അനുഭവത്തിലൂടെ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ കരയേണ്ടത്. ഇതിനു വേണ്ടിയ വലിയൊരു ആത്മീയ ഉണർവിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക് ദൈവം വരുത്തണം. കൊറോണ എന്താ കാരണം? എന്താ? ഒരു വാക്യം ഓർമ്മ വരുന്നു, ഇത് പറയാൻ വന്നാലേ പെട്ടെന്ന് ഓർമ്മ വരുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. എന്തുകൊണ്ടാ ഈ വലിയ രോഗം മാറാത്തത്? എന്തുകൊണ്ടാ ഇത്? അത് ഒരു കാരണം ദൈവമക്കളുടെ കുഴപ്പം തന്നെയാ. ക്രിസ്തീയ രാജ്യങ്ങൾ തകർന്നു. ക്രിസ്ത്യാനികൾ വളരെ ഏറ്റവും മ്ലേച്ഛമായി നടക്കുന്നു. എന്നാൽ മുമ്പേ പറഞ്ഞ കണക്ക് പോലെ മദ്യപരായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെല്ലാം സംഭവങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 58 and 59-60 58 58 നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ, ഇഫ് നോട്ട്, നടക്കാതിരുന്നാൽ, അടുത്ത് എഴുതിയിരിക്കുന്നത് യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകൾ, extraordinary affliction severe and lasting, and sickness is grievous and lasting. നീണ്ടു നിൽക്കുന്ന, തീരുന്നില്ല, തീരാതെ പിന്നെയും പോവുകയാണ്. നീണ്ടു നിൽക്കുന്ന മഹാവ്യാധികൾ. എത്ര കൃത്യമായി ദൈവവചനത്തിൽ എഴുതിയിരിക്കുക. പ്രമാണത്തെ വിട്ടു നടക്കുന്നത് കൊണ്ട്. ഇനി വീണ്ടും അടുത്ത വാക്യത്തിൽ നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. മിസ്രയീമിലെ വ്യാധികൾ, ഡെങ്കു ഫീവർ ഉണ്ടായ കേരളത്തിൽ വരുത്തിയ കൊതുകിനെ കുറിച്ച് വായിച്ചത് ഈഡിപ്പസ് ഈജിപ്തി എന്നാണ്. ഈഡിപ്പസ് ഈജിപ്തി ആ കൊതുകിന്റെ പേരാണ്. ഈജിപ്തുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കറക്റ്റാ. മിസ്രൈമിലെ വരുത്തിയത് ബാധയായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പടർന്നു പിടിച്ച ഡെങ്കു ഫീവർ. ഇവിടെ എഴുതിയിരിക്കുന്നത് നീ ഭയപ്പെടുന്ന മിസ്രൈമിലെ വ്യാധികളൊക്കെ നിന്റെ മേൽ വരുത്തും. അവ നിന്നെ പറ്റിപ്പിടിക്കും. വിട്ടുമാറാതെ പറ്റിപ്പിടിക്കുന്ന മഹാവ്യാധികൾ ലോകം മുഴുവൻ പടരുന്നതിന്റെ ഒരു കാരണം ദൈവമക്കൾ പറ്റിപ്പിടിക്കുക, പറിച്ചു കളയാൻ പറ്റാത്ത പോലെ നീണ്ടു നിൽക്കുകയാണ്.
ഈ രാവിലെ സമയം പ്രാർത്ഥിക്കേണ്ട അതിനു വേണ്ടിയൊക്കെയാ. ദൈവജനം മടങ്ങി വരുവാൻ, തലമുറകൾ മടങ്ങി വരുവാൻ, ദൈവഭയത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ തോൽപ്പിക്കാൻ എതിർത്തു നിൽക്കണം. എഫേസ്യ ലേഖനത്തിൽ അത് ഓർപ്പിച്ചത് ഇങ്ങനെയാണല്ലോ. 6-ാം അധ്യായത്തിൽ ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടിട്ട് എതിർത്തു നിൽക്കണം. പിന്നെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 5:6-11 എതിർത്തു നിൽക്കണം. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, പിന്നെയോ ഈ വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 13-ാം വാക്യം, അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാൻ സകലവും സമാപിച്ച് ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചും കൊണ്ട് നിൽപ്പീൻ. ടു സ്റ്റാൻഡ് ഫേം. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഓർപ്പിക്കുകയാണ്. എത്ര വ്യക്തമായി അത് ഓർപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? എതിർത്ത് നിൽക്കണം. 13-ാം വാക്യത്തിൽ ഉറച്ചു നിൽക്കണം. 16-ാം വാക്യത്തിൽ ആയുധം ധരിച്ച് നിൽക്കണം. അപ്പോൾ മാത്രമേ നല്ല ഭടനായി തീരുവാൻ ഇടയാകത്തുള്ളൂ. ക്രിസ്തുയേശുവിൽ നല്ല ഭടനായി നിൽക്കുവാൻ. ഇപ്പൊ ഒന്നാമത്തെ ശത്രു നമ്മുടെ അകത്ത് ഫ്ലഷ്, നമ്മുടെ ജഡമാണെന്ന് കണ്ടു. രണ്ടാമത്തെ ശത്രു പാപമാണ്. പാപം പ്രവർത്തിക്കുന്ന, പാപത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന സാത്താനാണ് നമ്മുടെ ശത്രു. പിശാചിനെ നമ്മൾ തോൽപ്പിക്കണം. സാത്താന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയണം. പാപം നമ്മുടെ വാതിൽക്കൽ കിടപ്പുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17:15 അവിടെ കർത്താവ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? കർത്താവ് ഇവർക്കെല്ലാം നല്ല ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്നല്ല, അവർക്കെല്ലാം ഏറ്റവും മെച്ചമായ അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറണമെന്നല്ല പ്രാർത്ഥിച്ചത്. അവർ പ്രാർത്ഥിച്ചത് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. Keep them from the evil one. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സമയം ദുഷ്ടന്റെ കയ്യിലാകപ്പെടാതിരിപ്പാൻ നമുക്ക് പോരാടുവാനിടയായി തീരട്ടെ. ശത്രുവിനെതിരെ പൊരുതണം, യുദ്ധത്തിൽ ജയിക്കണം. പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. റെസിസ്റ്റ് ദ ഡെവിൾ, കിൽ ദ ഫ്ലഷ്. ജഡത്തെ കൊല്ലുക. ക്രൂസിഫൈ ഇറ്റ് on a daily basis. Resist the devil on a daily basis. എല്ലാ ദിവസവും ശത്രുവിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കണം. അവൻ എതിലെയാ വരും നമുക്കറിയത്തില്ല. അവൻ ഇടം കൊടുക്കരുത്, സ്പേസ് കൊടുക്കരുത്. വളരെ കെയർഫുൾ ആയിരിക്കണം. സാത്താൻ വിഴുങ്ങും, സാത്താൻ വലിച്ചു കൊണ്ടുപോകും, സാത്താൻ നമ്മളെ അകത്ത് കയറി നമ്മളെ തെറ്റിച്ചു കളയാൻ സാധ്യതയുണ്ട്. ആകയാൽ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതം ഈ യുദ്ധത്തിൽ എപ്രകാരം ആയിരിക്കുന്നു? ഒരു നല്ല ഭടനായിട്ടാണോ നിൽക്കുന്നത്? Am I faithful to the call? വിളിക്ക് യോഗ്യമായിട്ടാണോ നിൽക്കുന്നത്? അതൊരു അലസനായി ഉഴപ്പനായ ഒരു വിശ്വാസിയായിട്ടാണോ? യുദ്ധം ചെയ്ത് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്തുവാൻ ഇടയായി തീരട്ടെ. നമ്മൾ കോൺകർ ചെയ്യേണ്ട, നമ്മൾ കീഴടക്കേണ്ട ശത്രുക്കളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. മൂന്നാമത്തെ ശത്രു ഓർപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വിശദീകരിക്കാൻ മുഴുവൻ സമയം കാണുകയില്ല. മൂന്നാമത്തെ ശത്രു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യം, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15:19. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ആ കാര്യം തന്നെയാണ്. മൂന്നാമത്തെ ശത്രു അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങൾക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ, അടുത്ത ശ്രദ്ധിക്കണ്ടേ, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. വളരെ വ്യക്തമായി കർത്താവ് ഒരു കാര്യം പറയുക: യു ആർ നോട്ട് ഓഫ് ദ വേൾഡ്, ബട്ട് ഐ ചോസ് യു ഔട്ട് ഓഫ് ദ വേൾഡ്. You are taken out of the world. Jesus. You are not of the world, but you are taken out of the world. എത്ര കൃത്യമായിട്ട് വചനോട് ഈ കർത്താവ് പറഞ്ഞു. നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ ലോകത്തുള്ളത് അല്ല. എന്താ ചർച്ച് എന്ന് പറഞ്ഞാൽ? ചർച്ച് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. എക്ലീസിയ, 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 രണ്ട് ഗ്രീക്ക് വാക്കാണ്. എക്, ഔട്ട്, പുറത്തേക്ക്. കലീസിയ, ചർച്ച്, കൂട്ടം, അസംബ്ലി. പുറത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തിയവരുടെ കൂട്ടമെന്ന അതിന്റെ അർത്ഥം. പുറത്തേക്ക്
എവിടെയോ ഒരിടത്തു നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തി. ഒരു സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ നിന്ന് 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 10 പേരെ പ്രിൻസിപ്പൽ വന്ന് പേര് പറഞ്ഞ് പുറത്തേക്ക് മാറ്റി നിർത്തി ഒരു ചിന്തിക്കുക. അവർക്ക് കൊടുക്കുന്ന പേരാണ് എക്ലീസിയ, പുറത്തേക്ക് മാറ്റി. ഇതുപോലെ എവിടെ നിന്നാണ് കർത്താവ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ലോകക്കാരൻ, ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പിക്ക് ചെയ്തിരിക്കുക. പത്രോസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവം ഈ ലോകത്തിൽ തെരഞ്ഞെടുത്ത് നമ്മൾ ഇനി ലോകക്കാരല്ല, ലോകക്കാർ. മൂന്നാമത്തെ ശത്രുവാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണത്. വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെതല്ല, ബട്ട് ടേക്കൺ ഔട്ട് ഓഫ് ദ വേൾഡ്, പുറത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ വലിയൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ വിജയകരമായി ജീവിക്കുവാൻ സാധിക്കൂ. നേരത്തെ പറഞ്ഞ പോലെ പിശാച് അനേകരെ തോൽപ്പിച്ചു, ജഡം അനേകരെ തോൽപ്പിച്ചു, ഈ ലോകം അനേകരെ കീഴടക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, ഒരു വസ്തു തന്നെയാണ്. ഓർക്കണത്, ഞാൻ ഈ ലോകത്തിനുള്ളതല്ല, ലോകത്തിലാ ജീവിക്കുന്നത്. വി ആർ ലിവിംഗ് ഇൻ ദിസ് വേൾഡ്, ബട്ട് വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. When a boat is or a ship is sailing through water, water is around there, but ship is on the water. വെള്ളത്തിന്റെ മുകളിലാണ് ഷിപ്പ്, ചുറ്റും വെള്ളം. ഇതുപോലെ ഈ ലോകമാകുന്ന വെള്ളത്തിന്റെ മുകളിലായിരിക്കണം വിശ്വാസി. വെള്ളമകത്ത് കയറിയാൽ ഷിപ്പ് മുങ്ങിപ്പോകും, ലോകമകത്ത് കയറിയാൽ നമ്മൾ തകർന്നു പോകും. പക്ഷെ ലോകത്തിന്റെ പുറത്തായിരിക്കണം, ലോകത്തിൽ ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ഇൻ ദ വേൾഡ്, നോട്ട് ഓഫ് ദ വേൾഡ്. ആ വലിയൊരു ചിന്ത അകത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയി താമസിക്കാൻ ഒക്കത്തില്ല. ബിലീവേഴ്സിന്റെ എല്ലാം ഒരു കോളനി ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവർക്ക് വേണ്ടി മാത്രം ഒരു ഫ്ലാറ്റ് പണിയാൻ ഒക്കത്തില്ല. ഇവിടെ തന്നെ താമസം. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തു, ഇവിടെ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് ഓർപ്പിക്കും. എന്താ ലോകം? ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ലോകമെന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ രൂപപ്പെട്ടു വരുന്ന മനുഷ്യ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ സോഷ്യൽ സിസ്റ്റം ഇവോൾവിംഗ് by Satan and controlled by Satan without God. അപ്പോൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ സിസ്റ്റത്തിനാണ് ലോകം എന്ന് പറയുന്നത്. അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് സാത്താനാണ്. ദൈവത്തിനോട് ഒരു റോളുമില്ല. അതിനാണ് ഈ ലോകം എന്ന വേദവസ്തു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകക്കാരല്ല. കാരണം ഈ ലോകം ഇപ്പോൾ എവിടെയാ, ആരുടെ കയ്യിലാ? അത് വളരെ വ്യക്തമായി ഓർപ്പിച്ചിരിക്കുന്നത് യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്. 1 യോഹന്നാൻ, 1 ജോൺ, അതിന്റെ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാമത്തെ ഭാഗം, 5:19. 1 John chapter 5 verse 19. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് സർവ്വലോകവും, 19-ാം ഭാഗം, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. The whole world lies in the power of the evil one. സകല ലോകവും ദുഷ്ടന്റെ കൺട്രോളിലാണ്. This world is under the custody of Satan. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിനൊരു സ്ഥാനമില്ലാതെ രൂപപ്പെട്ടു വരുന്ന, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സോഷ്യൽ സിസ്റ്റം എന്ന ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഓർക്കേണ്ടത്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. പക്ഷേ ഈ ലോകം, ഈ സിസ്റ്റം ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് സാത്താനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട്. 2 Corinthians chapter 4 verse 4, ഈ ലോകത്തിന്റെ ദൈവം, the god of this world എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം, ഈ സിസ്റ്റത്തിനൊരു കൺട്രോളുള്ള ഒരു ദൈവമുണ്ട്. അതാണ് പിശാച്, സാത്താൻ. ലൂക്കോസ് 4:5, ലൂക്ക് ചാപ്റ്റർ 4 verse 5, നമ്മുടെ കർത്താവിന്റെ the mountain of the temptation, പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോയ, പ്രലോഭനത്തിന് വേണ്ടി കൊണ്ടുപോയ ആ മലയിൽ വെച്ച് സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചിട്ട് പറയുകയാണ്, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും, all this authority and their glory, the splendor and the glory,
ഇതിന്റെ മഹത്വം, ഈ കാണുന്ന എല്ലാം എങ്കലേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. ആരോടാ പറയുന്നേ? കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുക. എല്ലാത്തിന്റെ അടിസ്ഥാനം, എല്ലാത്തെ സൃഷ്ടിച്ച കർത്താവിനോടാ പറയുന്നേ. അവൻ പറഞ്ഞത് 100% അബ്സല്യൂട്ട്ലി ട്രൂത്താണ്. അതുകൊണ്ടാ പോസാത്തേന്ന് പറയും അവനെ ശാസിക്കാഞ്ഞത്. അവൻ പറഞ്ഞത് മുഴുവൻ ശരിയാ. ഫോർ എ ടൈം ബീയിങ് ഇറ്റ് ഈസ് ഗിവൺ അണ്ടർ ദ കസ്റ്റഡി ഓഫ് സൈറ്റൻ. ഈ ലോകത്തിന്റെ മുഴുവൻ പിശാച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ കൂടുന്നത്, സൂയിസൈഡ് കൂടുന്നത്, ഇവിടുത്തെ പ്രോബ്ലംസ് കൂടുന്നത്, ഇവിടുത്തെ ആക്സിഡന്റുകൾ കൂടുതൽ വർദ്ധിക്കുന്നത്, ഡ്രഗ്സ് യൂസ് വർദ്ധിക്കുന്നത്, ഇല്ലീഗലായ ആക്ഷൻസ് വർദ്ധിക്കുന്നത്. ഈ സൊസൈറ്റിയെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന സാത്താനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ലോകക്കാരല്ല, ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകേണ്ടവരല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തവരാണ്, നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. യു ആർ ടേക്കൺ ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് സിസ്റ്റം. യു ആർ ടോട്ടലി ഡിഫറെന്റ് ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ഇന്ന് രാവിലെ സമയം നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകട്ടെ. ഞാൻ ഈ ലോകത്തിൽ തന്നെ തെരഞ്ഞെടുത്തതാണ്, എന്നെ സ്പെഷ്യലായി മാറ്റി നിർത്തിയിരിക്കുക, എന്നെ കുറിച്ചൊരു പർപ്പസ് വേറെയാണ്. ലോകക്കാരെ പോലെ അല്ല ഞാൻ, ലോകക്കാരനാകേണ്ടവരല്ല ഞാൻ. ഐ ആം ടോട്ടലി ഡിഫറെന്റ്. മൈ പർപ്പസ് ഇസ് ഡിഫറെന്റ്, മൈ ഡെസ്റ്റിനി ഇസ് ഡിഫറെന്റ്. നമ്മൾ ചെല്ലേണ്ട സ്ഥലം വ്യത്യസ്തമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തോട് നമ്മുടെ അറ്റാച്ച്മെന്റ്സ് we have to reduce it. We have to keep separation from this world and this system. പക്ഷേ unfortunately believers are very much attracted to this world and the evil desires of this world. ഈ ലോകത്തിന്റെ മുഴുവൻ പ്രതാപവും പ്രശസ്തിക്കും വേണ്ടി വിശ്വാസം പോലും നഷ്ടപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ലോകം എനിക്ക് ചപ്പാണ്, ചവറം. ഇറ്റ് ഈസ് വേസ്റ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഗാർബേജ്, just like just a meaningless thing. ഈ ലോകം എനിക്ക് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ് ഫോർ മീ. ഈ ലോകത്തെക്കാൾ വലുതാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച എന്റെ കർത്താവ്. ഇപ്പോൾ പിശാചിന്റെ കസ്റ്റഡിയിലുള്ള ഈ ലോകത്തിന്റെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ കർത്താവാണ്. കർത്താവ് തരുന്ന അനുഗ്രഹം മാത്രം മതി. ഓർക്കണം, the Satan will give the blessings and the God will give the real blessings. സാത്താൻ കല്ല് കാണിക്കും, കർത്താവ് അപ്പം തരും. കല്ല് കാണിച്ചിട്ട് അപ്പമാണെന്ന് സാത്താൻ പറയും, പക്ഷേ ദൈവം തരുന്ന കല്ലല്ല റിയൽ അപ്പം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ല. കല്ല് ചോദിച്ചാൽ, അപ്പം ചോദിച്ചാൽ കല്ലല്ല കൊടുക്കുന്നത്, കല്ല് സാത്താൻ കൊടുക്കും, ദൈവം കൊടുക്കുന്ന അപ്പം തന്നെയായിരിക്കും. റിയൽ ബ്ലെസ്സിങ് ഇസ് കമ്മിങ് ഫ്രം ഗോഡ് അലോൺ. സൈറ്റൻ അവൻ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കും, അവൻ ഫോൾസ് ആണ്, അവൻ വെറും വ്യാജനാണ്, അവൻ നമ്മളെ ചീറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും സാത്താന്റെ പിന്നാലെ അല്ല പോകേണ്ടത്, നമ്മുടെ കർത്താവിനെ അനുഭവിപ്പാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ഞാൻ ലോകക്കാരനാണോ? ലോകത്തോട് കൂടുതൽ അറ്റാച്ച്ഡ് ആകാനാണോ എനിക്ക് ആഗ്രഹം? ലോകക്കാരെ പോലുള്ള ഹെയർ സ്റ്റൈൽ, ലോകക്കാരെ പോലുള്ള ഡ്രസ് സ്റ്റൈൽ, ലോകക്കാരെ പോലുള്ള ലൈഫ് സ്റ്റൈൽ, ലോകക്കാരെ പോലുള്ള എന്റെ ലാംഗ്വേജ്, ലോകക്കാരെ പോലുള്ള എന്റെ പെർസ്പെക്റ്റീവ്, മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണുവാൻ ആണോ ആഗ്രഹിക്കുന്നത്? Oh children, what's your desire? You want to be more like Jesus or you want to be more like this worldly people? ലോക മനുഷ്യനെ പോലെ പ്രിൻസിപ്പിൾ ഇല്ലാത്ത, ലോ ഇല്ലാത്ത, വചനമില്ലാത്ത, ദൈവമായിട്ട് ബന്ധമില്ലാത്ത, അബ്സല്യൂട്ട്ലി ഫ്രീഡം എൻജോയ് ചെയ്യുന്ന, എന്തും ചെയ്യാൻ കഴിയുന്ന, എന്തും സംസാരിക്കാൻ കഴിയുന്ന അവരെ പോലെ ആകാനുള്ളവരല്ല. We are totally different. We are a peculiar people. We are selected people. We are the members of the church. പുറത്തേക്ക് മാറ്റി നിർത്തിയവരുടെ കൂട്ടമാണ്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാം. ആ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈ വലിയ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാം. ഈ ലോകത്തെ നമുക്ക് കീഴടക്കണം. ലോകം നമുക്ക് വലുതായി തോന്നരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. പല കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സമയത്ത് ഇരിക്കുമ്പോൾ ഭക്തന്മാർ പാടിയ പാട്ട് പോലെ, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം എനിക്ക് വേണ്ട, ഞാൻ ഓടുന്നു ക്രൂശെ നോക്കി. എഴുതിയ പാട്ടാണ്. ലോകമാം ഗംഭീര വാരുതിയിൽ വിശ്വാസ കപ്പൽ ഓടിയിട്ട്. ലോകത്തിന്റെ
ലോകത്തിൻ ബാലത, കോമളത്വം, വസ്തുവകകൾ, പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ നശ്വരമാം. മേലുള്ള യെരൂശലേം നിത്യഗേഹം. ഭക്തന്മാർ ജീവിച്ചതുപോലെ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ലോകം എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും, എത്ര ലുക്രറ്റീവ് ആണെങ്കിലും, എത്ര ലൂമിനസ് ആണെങ്കിലും, എത്ര മാഗ്നിഫിസന്റ് ആണെങ്കിലും, എത്ര കളർഫുൾ ആണെങ്കിലും, എനിക്ക് വേണ്ട. ജീസസ് ഈസ് എബവ് മോർ ദാൻ ദാറ്റ്. കർത്താവ് അതിലൊക്കെ ഉന്നതനാണ്. കർത്താവ് എനിക്ക് മതി എന്ന് തീരുമാനമെടുക്കുവാൻ ഇടയായി തീരട്ടെ. ഈ വചനഭാഗത്തിന്റെ ഒടുവിലത്തെ ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. താങ്ക് യു എവരിവൺ. ഗോഡ് ബ്ലസ് യു.